നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. പോസ്റ്റ്മോർട്ടം പരിപാടിയുടെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് വിലയിരുത്തുന്നത്. എന്നോടൊപ്പം ചാനൽ 5+ൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ നാസർ പൊന്നാട് ചെറിയാണ്. നമസ്കാരം. അപ്പോൾ നമ്മൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്ത് കാസർകോട്ട് നിന്ന് തുടങ്ങിയ ഈ വണ്ടി തിരുവനന്തപുരത്ത് പാർട്ടി അവസാനിപ്പിക്കാൻ ഞാൻ തിരുവനന്തപുരം താങ്കൾ വിശകലനം ചെയ്തത് കണ്ടു, നന്നായിട്ടുണ്ട്. അതേ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറയുമ്പോൾ ഒരു വോട്ടഭ്യർത്ഥനയാകരുത്. എൻ്റെ ഇതിൽ ഇത് താങ്കളുടെ ഒരു വോട്ടഭ്യർത്ഥനയായിട്ട് എനിക്ക് തോന്നി. UDFൻ്റെ പ്രചാരകൻ എന്ന നിലയിൽ മാത്രമാണ് താങ്കൾ അവിടെ സംസാരിച്ചത്. കാരണം താങ്കൾ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചു, നല്ലത്. പന്നി രവീന്ദ്രനെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു, നല്ലത്. പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ ശശി തരൂരിന് വോട്ട് ചെയ്യണം എന്നുള്ള പോലെ അങ്ങോട്ടൊരു അഭ്യർത്ഥന പോലെ എനിക്ക് തോന്നി. ഒരിക്കലും ഒരു അഭ്യർത്ഥന ഒരു അവതാരകൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കല്ല താങ്കളെ കാണുന്നത്, ഇതിൻ്റെ ഒരു മാനേജിങ് എഡിറ്റർ എന്ന നിലക്ക്. അപ്പോൾ ഞാനിവിടെ ചീഫ് എഡിറ്ററായി നിൽക്കുന്ന ഒരു സമയത്ത് താങ്കളെപ്പോലുള്ള ഒരാൾ ഇത് വിട്ടിട്ട് ഈ രാഷ്ട്രീയം മറന്നൊരു അഭിപ്രായം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതല്ല ഉണ്ടായത്. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? അല്ല, നമ്മൾ ഒരു ഭാരതീയ എന്ന നിലക്ക് നിങ്ങൾക്കും എനിക്കും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരരുത്. അത് BJP യോടുള്ള എതിർപ്പല്ല. കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ അവർ നടക്കുന്ന ഏകപക്ഷീയമായ ചില നിലപാടുകൾ, ഒരു മതവിഭാഗത്തെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് പൗരത്വ ഒരു മതത്തിനല്ല. മണിപ്പൂരിൽ നടന്നത് എന്താണ്? അതല്ല, ഞാൻ പൗരത്വ ബില്ല് പറഞ്ഞു. മണിപ്പൂരിലൊരു പ്രധാനമന്ത്രി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അവിടെയുള്ള ക്രിസ്തീയ സമുദായത്തിൻ്റെ അവരുടെ ജീവനും ജീവിതവും സ്വത്തും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രി. അതേ സമയത്ത് അതേ പ്രധാനമന്ത്രി കൊല്ലത്ത് ആലപ്പുഴയിലെ ഒരു അമ്പലത്തിൽ പടക്കം പൊട്ടിയിട്ട് ആൾ മരിച്ചപ്പോൾ ഓർമ്മയുണ്ട വന്നത്, ഒറ്റടിക്ക് വന്നു, അവിടെ വന്നു. അങ്ങനെ ഇതൊക്കെ അവിടെ ആ സമയത്തും BJPൻ്റെ ആളുകൾ കേരളത്തിൽ കേക്കുമായിട്ട് ഇതേ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളുടെ അരമനയിലേക്ക് ക്രിസ്തുമസ് ആശംസയായിട്ട് പോവുമായിരുന്നു. ആണല്ലോ. അപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ ഭരണം, അതിന് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും അതിന് എനിക്കറിയാം, നമ്മളൊരു തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന നിലക്ക് അത് പറഞ്ഞ് ശരിയല്ല. പക്ഷെ അത് പറയാൻ ഒരാൾ വേണ്ടേ? ഇവിടെ ചാനലുകളൊക്കെ പല മീഡിയകളെയും ഈ പറഞ്ഞ പലരും വിലക്ക് വാങ്ങിയ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു വസ്തുത തുറന്നു പറയാൻ എന്ത് ഭവിഷ്യത്ത് വന്നാലും അനുഭവിക്കാൻ നിർത്തിയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഇന്ത്യ ഞാൻ പറഞ്ഞു വെച്ച തന്നെ 2024 തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ഭാരതത്തിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആകരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ 2 സ്ഥാനാർത്ഥികളുണ്ട്. പന്ന്യൻ രവീന്ദ്രനുണ്ട്, പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ. അല്ല, അതല്ല പറഞ്ഞത്, ജനാധിപത്യ പിന്നെ ഒരേ ഇന്ത്യ മുന്നണി തന്നെയാണ്. ഇവിടെ മുന്നണി അല്ലെങ്കിൽ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രൻ 2 പേരുണ്ട്. പക്ഷേ പന്ന്യൻ രവീന്ദ്രന് അവിടെ വോട്ട് ഭിന്നിപ്പിച്ച് പോകാന്നല്ല, ജയിക്കാനുള്ളൊരു സാധ്യതയിലേക്ക് എത്താൻ കഴിയില്ല. അല്ല, പറയട്ടെ, അദ്ദേഹത്തിന് പിന്നെ ഒന്ന് തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ 2 ഇപ്പോൾ UDF പിന്നെ NDA വന്നാൽ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ഗ്ലാമറുണ്ട്, അതൊക്കെ നോക്കും തിരുവനന്തപുരത്തുകാർ. നിങ്ങളൊക്കെ നമ്മളെ മലബാറുകാരെ പോലെ ഒന്നല്ല, തിരുവനന്തപുരത്തൊക്കെ അതൊക്കെ നോക്കും. അവിടെ വെച്ചാൽ ഇപ്പം ഞാൻ പറയും, ഞാൻ സെക്രട്ടേറിയറ്റൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ പോട്ടോ, ഈ സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ ഇടതുപക്ഷ ഭരണത്തിലുണ്ടാവും കുറേ ആളുകൾ, പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ. ഇതേ ആൾ ഞാൻ ഇങ്ങനെ ആളെ മാറിയെന്നൊക്കെ നോക്കും. UDFൻ്റെ ഭരണം വന്നാൽ കതറിട്ട് അവരുടെ മുന്നിൽ. അപ്പോൾ അവിടെ അത് കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കും. പ്രത്യേകിച്ചും കുറേ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാന തലസ്ഥാനമൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഗുണദോഷങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞ പന്ന്യൻ രവീന്ദ്രനെ പോലത്തെ സംശുദ്ധ രാഷ്ട്രീയത്തിന് മറ്റൊരു പ്രതീകം നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ കേരളത്തിൽ എണ്ണാനില്ല. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ, ഞാനത് എപ്പോഴും ഓർത്തു പോകാറുണ്ട്. അദ്ദേഹം പിന്നെ അപ്പോൾ അദ്ദേഹം വാടക വീട്ടിൽ പോലും താമസിക്കാൻ ഇല്ല, ഓഫീസ് താമസിക്കുന്ന ഫാമിലി കൊണ്ടുവരാനുള്ള വരുമാനം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട്
ഇതൊന്നും ഒരു CPI പോലെയുള്ള ഭരണത്തിലുള്ള പാർട്ടിൻ്റെ നേതാവിന് അതിൻ്റെ ആവശ്യമില്ല. പൈസക്കാർ കൊണ്ടുകൊടുത്തോളൂ. അപ്പം അങ്ങനെയാണ്. കൊടുത്തില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബോണ്ട് തന്നെ ഒരു ബോണ്ടുണ്ട്. ഒരു പെട്ടി തുറന്നപ്പോൾ അതിൽ ആരൊക്കെ കൊണ്ടിടുന്നത് പിന്നെ ഇട്ടോന്നും അറിയില്ല കിട്ടിയോന്നും അറിയില്ല. അവസാനം കോടതി ഇടപെട്ട് ഇപ്പോൾ അവിടെ അറിയാലോ, ബാങ്കിൻ്റെ അവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിന്നെ എന്താ പറയുക SBI അത് മൂടി വെക്കാനൊക്കെ നോക്കിയെങ്കിൽ അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ആരും മോശമില്ല. പക്ഷേ കോൺഗ്രസ് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. പിന്നെ CPM വാങ്ങാത്തതെന്ന് വെച്ചാൽ നല്ലോണം ഇവിടെ വാങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവരൊക്കെ കൊടുത്ത കണക്കൊക്കെ ഇപ്പോൾ നാളെ നമ്മുടെ 2020 മറ്റേ മൂപ്പരൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകുന്നപ്പോൾ ആരും BJPക്ക് കോൺഗ്രസും കൊടുത്തിട്ടുണ്ട്. CPM കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അയാൾ വെല്ലുവിളിച്ചല്ലോ. എന്നെ അങ്ങനെയല്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഒരാളും ഉണ്ടില്ല. മറ്റേ നമ്മുടെ ബാലൻ സഖാവെങ്കിൽ എന്തെങ്കിലും വിട്ടിത്തെങ്കിലും പുള്ളി പറഞ്ഞു പോകും. ഇപ്പോൾ ആ ബസ് എന്തിനാന്ന് വെച്ചാൽ പുരാവസ്തുവിൽ കൊണ്ടുവയ്ക്കാൻ പിന്നെ കാരണഭൂതര് പോയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ചർച്ച അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി CPI തോൽപ്പിക്കണം ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ള പോലെ തോന്നുന്നു. ഇപ്പോൾ സുനിൽകുമാർ തോൽക്കാൻ വേണ്ടി അല്ല, ഞാൻ സത്യത്തിൽ എൻ്റെ പന്ന്യൻ രവീന്ദ്രൻ തോൽക്കാൻ വേണ്ടി ഞാൻ സുനിൽകുമാറിനെ അവിടെ ഈ പറഞ്ഞ പോലെ സുനിൽകുമാറിനെ തോൽക്കാനുള്ള ആഗ്രഹം എനിക്കില്ല. പന്ന്യൻ രവീന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കും ആഗ്രഹം പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുന്നതന്നെ. അദ്ദേഹം തോൽക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആളാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് മനുഷ്യൻ. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ട്രെയിനിൽ 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കാണാറുണ്ട്. അവർ എടുത്തു നിൽക്കുന്ന ആളുകളോടും എല്ലാവരോടും അദ്ദേഹം പെരുമാറുന്നത് ഞാൻ വളരെ ഇതോട് വീക്ഷിക്കുന്ന ആളാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചിലപ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട്. ഒരു MPയുടെ അല്ലെങ്കിൽ ഒരു നേതാവ്, അത് MPയുടെ കാലത്തും ഒരു നേതാവിൻ്റെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ നേതാവിൻ്റേതായ യാതൊരു ജാടയും അങ്ങനെ നമ്മുടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പോൾ സൈക്കിൾ ഓട്ടോറിക്ഷ ഓട്ടുന്ന ചിലപ്പോൾ ബസ് ഓട്ടുമ്പോൾ ഒന്നും ഇത് തോന്നും. അതുപോലെ ഒന്നുമില്ലാത്ത നല്ല ഒരു മനുഷ്യനാണ് പന്ന്യൻ രവീന്ദ്രൻ. പക്ഷേ ആ നല്ല മനുഷ്യൻ ജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഞാൻ പാർട്ടി എന്നുള്ള ആൾക്കാരല്ല. ശശികല തോൽക്കണം എന്ന് എനിക്കൊരിക്കലും ആഗ്രഹമില്ല. രണ്ടൊരാൾ ജയിച്ചാൽ മതി അവിടെ. പക്ഷേ അവിടെ അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഒന്ന്, പന്ന്യൻ രവീന്ദ്രൻ്റെ അടുത്ത് പിന്നെ CPMൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്, മുന്നണി ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അത് നന്നായി എല്ലാ മണ്ഡലത്തിലും ചെലവഴിച്ചപ്പോഴും ആ ഒരു ആഘോഷം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. അദ്ദേഹത്തിന് ആ ഒരു ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ആ പിരിമുറുക്കത്തിൽ ഫാമിലി കൊണ്ടുവരാനുള്ള അദ്ദേഹം എൻ്റെ അടുത്ത് ആ പൈസ ഇല്ലാത്തതുകൊണ്ട് ഫാമിലി കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞപ്പോൾ അതിനെങ്കിലും സൗകര്യമൊക്കെ കൊടുക്കാനാണ് നിഷേധിക്കുന്നുണ്ടാണ്. ആയിക്കോട്ടെ. എന്തായാലും അദ്ദേഹം അവിടെ കുറച്ച് ഷോക്ക് ആവശ്യമുണ്ട്. അതുണ്ടായിട്ടില്ല. പിന്നെ CPMനൊരു സുഖമുണ്ട്. CPMൻ്റെ സ്ഥാനാർത്ഥികളായിക്കഴിഞ്ഞാൽ അവരുള്ള വോട്ടും കള്ളവോട്ടും ഒക്കെ ചെയ്യിക്കും. ആ ഒരു ആവേശം എവിടെയും CPMകാരും അവരുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥി കാണിക്കാറില്ല. അത് എവിടെയും കാണിക്കാറില്ല. അങ്ങനെ ഒരു വിഷയം കൂടി അവിടെ ഉണ്ട്. പിന്നെ CPM സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ബാലൻ സഖാവ് പറഞ്ഞ പോലെ മറ്റേ മുഖ്യമന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ജീവിൻ്റെ പേരെന്തേനി മരപ്പട്ടി ഈനാമ്പട്ടി ഉപയോഗിച്ചൊക്കെ ചിഹ്നമാവുമെന്ന് പേടിച്ച് നിൽക്കുമ്പോഴും ഇവർക്ക് ദേശീയ അത് നഷ്ടപ്പെടേണ്ട സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. CPMനേക്കാളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവിടെയും ഇവിടെയൊക്കെ കുറച്ചൊക്കെ പൊടി മുങ്ങലൊക്കെ ഉണ്ട്. CPM അതെല്ലാം കൂടി ഉപ്പ് വെച്ച കാലം പോലെ ആയിട്ട് പോയതൊന്നും അവർക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ CPMന് അതും പറയില്ല. എൻ്റെ വിലയിരുത്തൽ CPMന് ദേശീയ പാർട്ടി സ്ഥാനം പോകാൻ സാധ്യതയില്ല. കാരണം കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് ഒരു ചില മെച്ചങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിൽ അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവിന് കോൺഗ്രസിൻ്റെ സീറ്റ് കൊണ്ടുപോയി മത്സരിപ്പിച്ച് CPMനേക്കാളും താല്പര്യത്തിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ആരാണ്? കോൺഗ്രസ്സാണ്. തമിഴ്നാട്ടിൽ ഇയാൾ ചെയ്തത്, സ്റ്റാലിൻ ചെയ്തത് ഇപ്പുറത്ത് BJP പിന്നെ കോയമ്പത്തൂർ സീറ്റ് BJP പിടിച്ചടക്കും എന്ന് പേടിച്ചിട്ട് അവിടെ അവരോട് പോരാടാൻ ശക്തി നമുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേറെ സീറ്റ് കൊടുത്തു. അവിടെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ വരും, രക്ഷപ്പെടാൻ മതി. കേരളത്തിൽ നിന്ന് കിട്ടില്ല എന്നുണ്ട് വേറെ കാര്യം. എന്തായാലും 1-2 സീറ്റ് കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ 2020 ആവാം, പറയാനൊന്നും പറ്റില്ല. അപ്പം അത് പോട്ടെ, അതെൻ്റെ ആഗ്രഹം, അതെൻ്റെ ഒരു വ്യാമോഹമാണ്. അത് നടക്കാൻ സാധ്യതയില്ല എന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. എന്നാലും 12 ഒന്നും ഇല്ലെങ്കിലും ഒരു 3-4 സീറ്റൊക്കെ ചിലപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടാം. അത് ഇലക്ഷൻ അത് നമുക്ക് വേറൊരു ദിവസം നമുക്ക് എന്തെന്നായാലും നമുക്ക് ഇലക്ഷൻ്റെ മുമ്പ്
ആര് ജയിക്കും, എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്കൊരു ചർച്ച കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്ത്, ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് ഈ വർഗീയതയുടെ ആ മൂട് ഇത് മാറ്റിവെച്ചാൽ നല്ലൊരു പ്രധാനമന്ത്രി തന്നെയാണ് പിന്നെ നരേന്ദ്രമോദി. ആര് പറഞ്ഞു? പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാനാണ് പറയുന്നത്, എൻ്റെ വൈപ്പ്, എൻ്റെ വീക്ഷണമാണല്ലോ അത്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ചുടരുത, ഭയങ്കര ഇത് പിന്നെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു പിന്നെ പ്രതികരണ ശേഷി, എല്ലാ രാജ്യങ്ങളിലും ഓടിപ്പോയിട്ട് എല്ലാവരും കുപ്പിയിലാക്കാനും കീശയിലാക്കാനും കഴിയുന്ന കഴിവ്, ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ്, അതിലൊക്കെ ഉപരി എന്ത് കള്ളവും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതിൻ്റെ ഒരു ഫാക്ടറി തന്നെ അയാളെടുത്തുണ്ട് തോന്നുന്നുണ്ട്. ഈ ആ ഇലക്ഷൻ വരുമ്പോൾ മുമ്പ് എന്തും അങ്ങ് പൊട്ടിക്കും. അപ്പോൾ അത് മാറ്റിവെച്ച് ഈ വർഗീയതൊക്കെ മാറ്റിവെച്ചാൽ നമ്മൾ ഒരു ആവറേജ് എന്തായാലും മോശമല്ലാത്ത പെർഫോമൻസാണ്. പിന്നെ നോട്ട് നിരോധം അങ്ങനത്തെ ഒക്കെ വേറെ കാര്യം. മറ്റുള്ള കാര്യത്തിൽ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ പിന്നെ ഒരു നെഞ്ചളവാണല്ലേ, അതൊക്കെയുള്ള ഒരാളാണ് പുള്ളി. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ എന്നാലും, പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള BJPയുടെ അജണ്ട അത് നടപ്പിലായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വലിയൊരു അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമൊന്നും ആയിരിക്കില്ല, ഇന്ത്യയിൽ മൊത്തം ജനാധിപത്യ വിശ്വാസികൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും. കാരണം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന അതിനൊന്നും ഒരു അക്ഷരം പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി തയ്യാറായിട്ടില്ല. കാരണം അവരൊക്കെ ഈ സവർണ മേധാവിത്വത്തിൻ്റെ പിന്നെ ആ മേധാവിത്വത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളുകളാണ്. ബാക്കി ഹിന്ദു വോട്ട്, ഹിന്ദു സമുദായത്തെ ഐക്യം എന്നൊക്കെ പറയാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് സവർണരുടെ അധികാര സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പാർട്ടികളൊക്കെ നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ വരാതിരിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് അതിലെന്ത് ഭവിഷ്യത്ത് വന്നാലും അവിടെ ജയിക്കാൻ അല്ലാതെ അവിടെ ഭിന്നിച്ചു പോയാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, ഒരു സംശയം വേണ്ട. അദ്ദേഹം അതിന് മാത്രമുള്ള ടീമുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്, പണം ഇഷ്ടം പോലെയുണ്ട്, ചാനലുകാർ മീഡിയകളൊക്കെ സ്വാധീനിക്കാനും അവരൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം പണ്ട് BPL മൊബൈൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ മിനിസ്റ്റർ എന്നുള്ളവർക്ക് അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, കർണാടകക്കും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹം BJP MP ആയി കുറേ കഴിഞ്ഞാൽ BJP മെമ്പർഷിപ്പ് എടുത്തു കേട്ടോ, 2008 എങ്ങാണ്ടാണ് അല്ലേ, 18 മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ പക്ഷെ ജയിപ്പിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ ടീമുണ്ട് മാർക്കറ്റിൽ, കൂലിക്കിറങ്ങിയിട്ട് കൂലി കൊടുത്ത് ടാർഗറ്റ് കൊടുത്ത് അവർക്ക് പിന്നെ അങ്ങനെ പണിയെടുപ്പിക്കാൻ പറ്റുന്ന ടീമിനായിട്ട് പുള്ളി അവിടെ ഇവന്റ് മാനേജ്മെന്റ് ആണ്. അതിലൊരു വലിയ പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ട്. അവിടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്, ഈ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ മാറ്റി നിർത്തുന്നു എന്നുള്ള വലിയൊരു അസംതൃപ്തി അവിടുത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. ഈ അസംതൃപ്തി രാജീവ് ചന്ദ്രശേഖരനെതിരെ വീശാനും സാധ്യതയുണ്ട്. പക്ഷേ വളരെ വളരെ ആസൂത്രിതമായി ഇവന്റ് മാനേജ്മെൻറ്റ് കമ്പനി ആകുമ്പോൾ വളരെ പഠനം നടത്തിയിട്ടാണ് ചെയ്യാം. തീർച്ചയായും അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്ന് നിഷേധിക്കാൻ കഴിയും. നമ്മളിപ്പോൾ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാൾ ചിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയും, അതിനൊരു പരിധി വെക്കും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇതേപോലെ ചിലപ്പോൾ ക്യാമറക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ഇരിക്കാൻ പറ്റില്ല, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കണം, അതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. നമുക്കൊന്ന് ആടണം എന്ന് തോന്നി അവിടെ ആടാൻ സമ്മതിക്കില്ല, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൊണ്ട് അഭിനയിക്കണമല്ലോ. അതേപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കേരളത്തിൽ അവർ മാനേജ് ചെയ്യുന്ന നേതാവ് എങ്ങനെ ചിരിക്കണം, എങ്ങനെ ചിരിക്കണ്ട, എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ വിരൽ ചൂണ്ടണം, അത് എത്ര വിരൽ ചൂണ്ടണം, എത്ര എങ്ങനെയാണ് പറയുക, എത്ര ഡൈമെൻഷനിൽ ചൂണ്ടണം എന്നൊക്കെ ഇപ്പോൾ തീരുമാനിക്കും. അതെല്ലാവരുമായി മാറിപ്പോൾ, അതെല്ലാ പാർട്ടിക്കാരും ഇപ്പം അങ്ങനെ അങ്ങനെയൊന്നുമില്ല. മാസ് പാർട്ടി ഒന്നും ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, പിണറായി അതിന്റെ ടീമാണ്, ഇതും അങ്ങനെ തന്നെ. ഇത് വലിയ അല്ല, ഇത് വെച്ചാൽ നമ്മൾ കോൺഗ്രസ് ഒന്നല്ല, ഇതിപ്പോൾ കേരളത്തിൽ നമ്മളെ പൊതുഖജനാവെന്ന് കോടികളാണ് മീഡിയക്കും പരസ്യത്തിനും പ്രത്യേകിച്ചും വലിയൊരു ശതമാനം കൈരളി ചാനലൊക്കെ പോയതൊക്കെ നമുക്കറിയാം, എനിക്കൊക്കെ അറിയാം. അതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ഈ വൈകിയ സമയത്ത് ആ ചർച്ചയൊക്കെ കൊണ്ടുവരേണ്ട. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഭാവിയിൽ ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എങ്ങനെ നടക്കണം, എങ്ങനെ മുണ്ടെടുക്കണം, ഈ പിന്നെ എങ്ങനെ ചിന്തിക്കണം എന്ന് വരെ നാളെ തീരുമാനിക്കും. ചിലപ്പോൾ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും അടുത്ത ഇവൻറ്റ് മാനേജ് ചിപ്പൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പഠിക്കാതെ നീന്തൽ അറിയുന്ന അതിന് ബന്ധപ്പെട്ട ചിപ്പ് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീന്താം. പണ്ടൊക്കെ നമ്മൾ കളിയാക്കുമായിരുന്നു, നീന്താം, പാട്ട് പാടാത്തവന് പാടിപ്പിക്കാം. പരിവർത്തനം, ഒരു വലിയൊരു മാറ്റം, വിപ്ലവം നടക്കാൻ പോവുകയാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് നമ്മുടെ അതിപ്പോൾ നമുക്കറിയാം അതിന് ഭവിഷ്യത്ത് വരാൻ പോണത്. ഇപ്പോൾ
തെരഞ്ഞെടുപ്പിൽ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് വലിയ ചർച്ചയുണ്ട്. ഇത് കണ്ടുപിടിച്ച ആളുകളൊക്കെ അങ്ങനെയുള്ള ചില കച്ചവടക്കാരൊക്കെ അങ്ങനെയാണ്. അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കില്ല. ചില വൈദ്യന്മാർ അമ്മക്കൊക്കെ മരുന്ന് തരുമ്പോഴും അവരത് കഴിക്കില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ പറഞ്ഞതൊക്കെ എനിക്കറിയില്ല കേട്ടോ. പച്ചക്കറി അവർക്ക് വേണ്ടി വേറെയും ആ പച്ചക്കറി അവർ കഴിക്കില്ല എന്ന് പറയാം. അപ്പോൾ അതുപോലെ ഇത് കണ്ടുപിടിച്ചാൽ ഇപ്പോൾ നമ്മളെന്ത് അന്ന് പറഞ്ഞു സിന്ധു ജോയിയുടെ ഒരു ഇത് കണ്ടു. ലണ്ടനിൽ ഏറ്റവും വികസിത രാജ്യമായ ലണ്ടനിൽ ഇപ്പോഴും ഈ പേപ്പറിൽ കുത്തിയിട്ട് അപ്പോൾ അതിൽ പഴുതുകളുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ, നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ ചൈനയിലുണ്ട്. അത് നമ്മളിത് പറഞ്ഞു വന്നപ്പോൾ എന്താ, ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്ത് ആ രാജ്യത്ത് ഇറങ്ങുമ്പോൾ നമ്മളെന്തെങ്കിലും ക്രൈവ് ചെയ്യാൻ വരികയാണോയെന്ന് നമ്മുടെ മനസ്സ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇലക്ട്രോണിക് മെഷീനും ആണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർമാരുടെ ഒരു ചിന്തക്കും ഒരു താല്പര്യത്തിനും പ്രസക്തിയില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അവസാനത്തെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ഭാരതത്തിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആണ് 2024 തെരഞ്ഞെടുപ്പ് എന്ന് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വോട്ട് ചെയ്യണം. ശശി തരൂർ ജയിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ശശി തരൂരിനോട് എനിക്ക് 100% താല്പര്യമില്ല. അതൊന്നും അദ്ദേഹം വിശ്വപൗരനാണ്. പക്ഷെ അദ്ദേഹം ഈ നമ്മുടെ എന്താ പറയുക ഫലസ്തീൻ പ്രശ്നത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പരാമർശമൊക്കെ കോഴിക്കോടൊക്കെ വന്നിട്ട് അതൊക്കെ വേണ്ട. അദ്ദേഹം ഒരു നിലപാടുള്ള വ്യക്തി. അദ്ദേഹം കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. ഈ ഫലസ്തീൻ പ്രശ്നത്തിലൊക്കെ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ അതിലൊക്കെ എനിക്കതിൽ അതിലൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ ഞാൻ ന്യായീകരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗത്തിന് ഞാൻ ചില നിലപാടുകളിൽ എനിക്ക് എതിർപ്പില്ല. നമ്മൾ ആ ക്രിക്കറ്റ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റ് കരുത്തുറ്റ ശബ്ദമാവാൻ പന്നി രവീന്ദ്രൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള ഞങ്ങളെ മലപ്പുറം അതിന് കെൽപ്പില്ല എന്ന് പറയും, അതിൻ്റെ ആരോഗ്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച് നടക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അത് സാധ്യതയുള്ള ഒരാളെന്നുള്ളവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ പന്നിനെ പറയുള്ളായിരുന്നു. പ്രത്യേകിച്ചും അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ്, പിന്നെ പറയുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആ സാധ്യത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് കൂടുതൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മെമ്പർമാരുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ മന്ത്രിസഭ വിളിക്കാൻ തീരുമാനിക്കുകയൊക്കെ വരാം. ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തും നേതൃസ്ഥാനത്തൊക്കെ കിട്ടാതെയും കൊടുക്കാത്തൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ശശി തരൂർ ആവണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, എനിക്കൊരു വേറെ ഉദ്ദേശമില്ല. ശശി തരൂർ പിന്നെ മീഡിയക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിലെന്തെങ്കിലും വാങ്ങി കീശയിൽ ഇട്ടുകാട്ടുമല്ല ഞാനത് പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട. ഞാൻ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം കഴിഞ്ഞു. അത് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ 20 മണ്ഡലങ്ങളുടെ വിശകലനമാണ് നടന്നത്. അതിന് എല്ലാവരും അതിന് എതിരഭിപ്രായങ്ങളുള്ളവരുണ്ട്. എന്നാൽ പോലും ഭൂരിപക്ഷം ആളുകളും വളരെ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. നന്ദി എല്ലാവർക്കും. നല്ലത് പറഞ്ഞവർക്കും ചീത്ത പറഞ്ഞവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളിതിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ ഒരു പ്രത്യേക പക്ഷം പിടിച്ചതൊന്നുമല്ല. നമ്മൾ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇദ്ദേഹത്തെ പലപ്പോഴും ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞിട്ട് നാസർ ബേപ്പൂരും ഞാൻ എന്തായാലും ഒരു വലതുപക്ഷ ചിന്താഗതി എൻ്റെ ഉള്ളിൽ വരും. എനിക്കങ്ങനെ തകരാറുണ്ട് കേട്ടോ. എനിക്കത് മൂടി വെക്കാൻ കഴിയില്ല. നാസർ ബേപ്പൂർ ഒരു ഇടതുപക്ഷക്കാരനായിട്ട് പാവം ആരും വിലയിരുത്തേണ്ട. പിന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചില നിയോജകമണ്ഡലങ്ങൾ പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വിളിച്ച് പൂരം തെറി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പുറത്തുനിന്ന് കോൺഗ്രസിൻ്റെ ആളുകൾ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേ ഒരു എന്നെപ്പോലല്ല, ഇതേ ഒരു പാവം നിഷ്കളങ്കനാണ്. പിന്നെ എന്താണ്, പക്ഷപാതിയാണ്. നിഷ്പക്ഷനല്ല, ഒരു പക്ഷത്തിൻ്റെ ഒരു ന്യായത്തിൻ്റെ പക്ഷത്തുള്ള ആളാണ് ഞാൻ. എൻ്റെ ഭാഗത്ത് ന്യായം, എൻ്റെ ഭാഗത്ത് ന്യായം എന്ന് വിശ്വസിക്കുന്ന പക്ഷത്തുള്ള ആളാണ്. എല്ലാവർക്കും നമസ്കാരം.